ഇതാണ് പാലക്കാടിൻ്റെ വൈബ്. പാലക്കാടിൻ്റെ വൈബ് എന്ന് പറയുന്നത് മതസാഹോദര്യത്വത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, സഹിഷ്ണുതയുടേതാണ്. അതല്ലാതെ മതവർഗീയതയുടേതല്ല. ഇന്ന് പാണക്കാട് തങ്ങളെക്കുറിച്ച് നടത്തിയിട്ടുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള പരാമർശം, ആ പരാമർശത്തിന് പാലക്കാടിൻ്റെ മതനിരപേക്ഷ ജനത മറുപടി കൊടുക്കും. അതിനൊപ്പം സജീവ ചർച്ച സന്ദീപ് വാര്യർ കൂടിയാണ്. ഞാൻ ഇതിൽ തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള, സഹിഷ്ണുത മാർഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു ജനാധിപത്യവാദിയാണ്. തീർച്ചയായിട്ടും അത് ചർച്ചയായാൽ തീർച്ചയായിട്ടും UDF-ന് അനുകൂലമായി വലിയ ഒരു വിജയം തന്നെ ഉണ്ടാകും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. കെ സുരേന്ദ്രൻ ചോദിച്ചത് ശിഹാബ് അലി തങ്ങൾ അല്ലെങ്കിൽ പാണക്കാട് തങ്ങൾ എന്താണ്, അത്ര പ്രാധാന്യം നൽകേണ്ട ആളാണോ? പാണക്കാട് കുടുംബം, കൊടപ്പനക്കൽ തറവാട് കേരളത്തിനും രാജ്യത്തിനും അതിൻ്റെ മതനിരപേക്ഷതയ്ക്കും അഖണ്ഡതയ്ക്കും വേണ്ടി ചെയ്തിട്ടുള്ള സംഭാവനകൾ അത് നിസ്തുലമാണ്. അത് തീർച്ചയായിട്ടും കെ സുരേന്ദ്രന് മനസ്സിലാവില്ല, പക്ഷേ കേരളത്തിലെ ജനതയ്ക്ക് അത് മനസ്സിലാകും, രാജ്യത്തെ ജനതയ്ക്ക് അത് മനസ്സിലാകും. ഒരു സംശയവും വേണ്ട. പാലക്കാട്ടെ മതനിരപേക്ഷ ജനത അതിന് മറുപടി കൊടുക്കും. എന്താ തർക്കമുള്ളത്? സംസാരിക്കുകയായിരുന്നു. പാണക്കാട് തങ്ങളെ പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങൾ, ആ വിഷയം തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് പോലും വലിയ ചർച്ചയാകുന്നുണ്ട്. അക്കാര്യത്തിൽ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട വേറൊരു പ്രത്യേകത, ഈ മുഖ്യമന്ത്രി ഈ പരാമർശം നടത്തിയതിനു ശേഷം ഒരു കൂട്ടർ മുഖ്യമന്ത്രി ഒരു അപരാധം ചെയ്തു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നു. അത് ഒരിത്തിരി വർഗീയമായി വോട്ടാക്കി മാറ്റാൻ പറ്റുമെന്ന് നോക്കുന്നു. മറ്റുള്ളവർ ലീഗ് പ്രസിഡന്റ് ആണെങ്കിൽ പ്രതികരിച്ചിരിക്കും. ആ നിലപാടിലാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പരിഗണന അദ്ദേഹത്തിന് കൊടുക്കുമെന്ന് CPM പറയുന്നു, സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ഇപ്പൊ കെ സുരേന്ദ്രനെ പറഞ്ഞു, MP രാജേഷ് പറഞ്ഞു. സുരേന്ദ്രൻ ചോദിക്കുന്നത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എങ്ങനെയാണ് വിമർശനത്തിന് അതീതനാകുന്നത് എന്ന് ചോദിക്കുന്നു. പണ്ട് ആര്യാടൻ മുഹമ്മദ് ലീഗ് സംസ്ഥാന അധ്യക്ഷനെ വിമർശിച്ചത് കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായിരുന്നു. അന്ന് ആര്യാടൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്: ആത്മീയ നേതാവെങ്കിൽ ആത്മീയ നേതാവായിരിക്കുക, അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ വിമർശിക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദ് സ്റ്റാൻഡ് എടുത്തു. അത് കോൺഗ്രസിനകത്തും ലീഗിനകത്തും ഒക്കെ വലിയ ചർച്ചയായതാണ്. വീണ്ടും അത്തരം ചർച്ചയാണ് നടക്കുന്നത്.